ഓ യാ അല്ലാ. ഒരാഴ്ചയായിട്ട് സ്നോ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് ഇത്രയും ഉയരത്തിൽ സ്നോ വന്ന് കിടക്കുന്നത് കണ്ടത് കേട്ടോ. സൺഡേ നല്ല സ്നോ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത്രയ്ക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. രാവിലെ നേരിട്ട് വാതിൽ തുറന്നപ്പോൾ കണ്ട അവസ്ഥ. ഇന്നാണെങ്കിലും മാനുമോനിക്ക് ഫുട്ബോൾ ടൂർണമെൻ്റ് ഉണ്ട്. 50 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ. നേരത്തെ പോകാനും ഉണ്ട്. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് മഞ്ഞൊക്കെ നീക്കിയിട്ട് അത്ര പെട്ടെന്നൊന്നും നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം. കാരണം ഇന്നലെ രാത്രി പെയ്ത് കൂട്ടിയത് അത്രയും അധികം സ്നോയാണ് കേട്ടോ. രാവിലെ ആയപ്പോഴത്തേക്ക് നമ്മുടെ കാറും വീടും റോഡും എല്ലാം ഒരുപോലെ ആയിട്ടുണ്ട്. മൊത്തത്തിൽ മൂടിക്കിടന്നു കേട്ടോ. ജപ്പാനിൽ വന്നിട്ട് 7 വർഷമായെങ്കിലും ഇത്രയധികം സ്നോയിൽ ജീവിക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യം നിന്ന് മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ ഇത്രയധികം സ്നോ ഉണ്ടാവാറുണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. പുറത്തിറങ്ങിയിട്ട് മഞ്ഞ് മാറ്റാൻ എവിടുന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങുമെന്ന് നോക്കിക്കുമ്പോഴാണ് അപ്പുറത്തെ റൂമിലുള്ള ആൾ ഇതാ കുടം പിടിച്ച് രാവിലെ നടക്കാൻ ഇറങ്ങുന്നത്. ജപ്പാൻകാരുടെ ഡെഡിക്കേഷന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ് കേട്ടോ. അവർ മഞ്ഞായാലും വെയിലായാലും മഴയായാലും എന്തായിക്കോട്ടെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല പങ്ക്ച്വലായും റെഗുലറായും അവർ ചെയ്യും കേട്ടോ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരിൽ നിന്ന് പഠിക്കാനുണ്ടേ. അപ്പോൾ തണുപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മടി പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. ഇതാ നമ്മളെ മാനുമോനെ നല്ല മൺവെട്ടിയൊക്കെ എടുത്തിട്ട് മഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ മാറ്റിയാൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ. കാരണം പെയ്ത പാടാകുമ്പോൾ ഇതിന് വെയിറ്റ് കുറവായിരിക്കും. പിന്നെ നിങ്ങളെങ്ങനെ ഇവിടെ ഇത്രയും തണുപ്പിൽ ജീവിക്കുന്നു, ഇവിടെ സ്കൂളുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് പല ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റിലൂടെ ചോദിക്കണേ. സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുതേ.